ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സുന്ദരമായ നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുന്ന പോയിൻ്റ് ഒന്ന് കാണിച്ചേക്കാം. ഒരു ക്ഷേത്രത്തിലെ പാട്ട് വരുന്നുണ്ട്. ഒരു ദേശാടന പക്ഷി എൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ രസമായിട്ട്. ഓക്കേ, നമ്മുടെ ഇന്നലെ ഒരു സിനിമാ നടൻ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഷാനവാസ് അല്ലേ? ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ യുവാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ജോലിത്തിരക്കുണ്ട്, വരുമാനമുണ്ട്, ഹാപ്പിയാണ്, അക്കൗണ്ടിൽ പൈസയുണ്ട് എന്നതുകൊണ്ട് മാത്രം ആയുസ് ഉണ്ടാകണമെന്നില്ല. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. വി മസ്റ്റ് ഡു സം എക്സസൈസ്. വി മസ്റ്റ് ഗോ ഫോർ എ വോക്ക് ആൻഡ് കീപ്പ് യുവർ ഹെൽത്ത് വെൽ. നല്ല എക്സസൈസ് വേണം. ഇപ്പോൾ സമീപകാലത്ത് കണ്ടുപിടിച്ച ഒരു പഠനം പറയുന്നത് അൽസൈമേഴ്സ് എന്നും പറയും, മറവി രോഗം. അതിനെ നിയന്ത്രിക്കാൻ നിരന്തരമായ എക്സർസൈസും ഇത് കൃത്യമായ നടപ്പും സഹായിക്കുമെന്നാണ് പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ ഉള്ളവർക്ക് പോലും അൽസൈമേഴ്സിൻ്റെ ഡീപ്പായിട്ട് വന്നവരല്ല, തുറക്കാർ പോലും മെഡിസിനൊക്കെ എടുക്കുകയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനെ തടസ്സപ്പെടുത്താനും നിയന്ത്രിക്കാനും കഴിയുമെന്നാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ 10-16 ടൈപ്പ് ക്യാൻസറുകൾ നമ്മൾ എക്സസൈസ് ചെയ്യുകയും നടക്കുകയും ചെയ്യുന്നവർക്ക് അത് വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ജോലി തിരക്ക് പറഞ്ഞിട്ടും മറ്റു കാര്യങ്ങൾ പറഞ്ഞു. സിനിമാ നടനാണ്, അക്കൗണ്ടിൽ ധാരാളം പൈസ വരും, ശരിയാണ്. പക്ഷെ ആ പൈസ നമ്മളെ രക്ഷിക്കും. സാർ അലക്സാണ്ടറെ പോലെയാണ്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് അവസാനം ഒരു പകർച്ചപ്പനി വന്ന് മരിക്കാൻ പോകുമ്പം അദ്ദേഹം പറയുന്നത് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഡോക്ടർമാരെന്നെ എടുത്തുകൊണ്ട് പോകണം. അത് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തത്. ഞാൻ നഗ്നനായി വന്നു, ഞാൻ തിരിച്ചു പോകും, ഒന്നും കൊണ്ടുപോകുന്നില്ല, കൈ രണ്ടും പുറത്തിട്ടിരിക്കുകയായിരുന്നു കോഫിൻ്റെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാലം മാറി. പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ശുദ്ധജലമോ ശുദ്ധമായ വെജിറ്റബിൾസോ ഒന്നുമല്ല നമ്മളിപ്പോൾ കഴിക്കുന്നത്. പലതും അഡൾട്ടേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തെ പരിപാലിക്കണം, എക്സസൈസ് ചെയ്യണം, സമീകൃത ആഹാരം കഴിക്കണം. ചിലരുണ്ട് എന്നും രാവിലെ ഒരു ഭക്ഷണം, ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം, വൈകിട്ട്, ഇത് നിരന്തരം അതുപോലെ തന്നെ. അതിനകത്ത് എന്താ വെറൈറ്റി ഉള്ളത്? നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ കൂടുതൽ കിട്ടുമോ? നമ്മളതിനെപ്പറ്റി ബോധമായി. ഞാനൊരിക്കലേ വിദേശത്തായിരുന്നപ്പം ഒരു ഭവനത്തിൽ പോയി ഭക്ഷണം ഓരോ സാധനം എടുത്ത് കഴിക്കും. ഇത് വൈറ്റമിൻ ഡിക്ക് നല്ലതാണ്, ഈ ഓരോ ഫ്രൂട്ട് കഴിക്കുമ്പോഴേ ഇത് വൈറ്റമിൻ എയ്ക്ക് നല്ല, ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് പതിയുകയാണ്. അപ്പോൾ ആ ഒരു ലഞ്ചായിരുന്നു. ലഞ്ച് കഴിഞ്ഞപ്പം ഞാനും പഠിച്ചു, ഇന്ന ഫ്രൂട്ട് കഴിച്ചാൽ ഇന്ന ഗുണമുണ്ട്, ഇന്ന ഫ്രൂട്ട് കഴിച്ചാൽ ഇന്ന ഗുണമുണ്ട്, ഇന്ന വെജിറ്റബിൾ കഴിച്ചാൽ ഇന്ന ഗുണം. അവർ പറയാം. അങ്ങനെ പറഞ്ഞങ്ങ് യൂറോപ്യൻസാണ്, അമേരിക്കക്കാരാണ്. പക്ഷേ നമ്മളിങ്ങനെ വല്ലതും നമ്മളെന്തെങ്കിലും കിട്ടി വിശപ്പടക്കുക എന്നല്ലാതെ ശരീരത്തിന് വിശപ്പ് മാത്രം അടങ്ങിയാൽ പോരാ. വെറൈറ്റി ന്യൂട്രീഷ്യൻസ് ആവശ്യമുണ്ട്, ലവണങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ പലതും കിട്ടുമ്പോൾ നമ്മുടെ ബോഡി സ്റ്റിഫായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂഷ്വൽ ചെക്കപ്പിന് വേണ്ടി ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോയി. ഡെൻറ്റിസ്റ്റ് എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു ഏതോ ഒരു പല്ലിൻ്റെ ഒരു ശകലം അടയ്ക്കാനുണ്ട്, ചെറുത്, അത് അടച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വളരെ ക്ലീൻ ആണല്ലോ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഇങ്ങനെ യൂഷ്വൽ ചെക്കപ്പിന് പോകുന്നത് എന്നാണെന്നറിയോ? ഈവൻ ഇഫ് ഐ എം ഇൻ മൈ 65, 32 ഔട്ട് ഓഫ് 32, 30 teeth ആർ മൈ ഒറിജിനൽ ടീത്ത്സ്. എൻ്റെ പല്ലുകൾ ഒറിജിനൽ പല്ലുകളാണ്. 2 പല്ല് ഒരു ഡോക്ടറെ മണ്ടത്തരം കൊണ്ട് പോയത്. ഒരു ഗവൺമെൻറ് ആശുപത്രി പോയപ്പോൾ അദ്ദേഹം ഈ ഒരു ആവേശം കാണിച്ച് ഒരു പല്ല് പൊട്ടിപ്പോയത്. അതുപോട്ടെ, എന്തായാലും അതിന് ചെയ്യേണ്ട ഒരു ചെറിയ ടിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ പല്ല് തേക്കുന്നത്
വൈകുന്നേരം പല്ല് തേക്കുന്നവരുണ്ട്, രാവിലെ തേക്കുന്നവരുണ്ട്. അതുപോലെ രാവിലെയും വൈകിട്ടും പല്ല് തേക്കണം. ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ അധികം ടൂത്ത് പേസ്റ്റാണ്, കുറച്ച് ടൂത്ത് പേസ്റ്റ് മതി ബ്രഷ് ചെയ്യുക. പിന്നെ ഈ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഇടയ്ക്ക് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പം ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ, ഒരു അമേരിക്കൻ കമ്പനിയുടെ ട്രെയിനിങ്ങിന് ഞാൻ ഡൽഹിക്ക് പോയി. താജ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുമ്പം ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വന്നൊരു ഓസ്ട്രേലിയൻ ഒരു ശാസ്ത്രജ്ഞൻ. അപ്പോൾ അവർ ക്ലാസ് എടുക്കാൻ വന്നപ്പം അവിടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടല്ലോ, എല്ലാ വലിയ ഹോട്ടലിലൊക്കെ അങ്ങനെയാണ്. ഓരോ കഴിയുമ്പോൾ ഫുഡ്, ടീ, ലഞ്ച്, ഡിന്നർ അങ്ങനെയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. കഴിഞ്ഞ് ഞങ്ങൾ വാഷ്റൂമിൽ ചെന്നപ്പോഴേ ഈ കക്ഷി അവരുടെ ബാഗിൽ നിന്ന് ഒരു ചെറിയ മടക്കാവുന്ന ടൂത്ത് ബ്രഷ് എടുത്തു. എന്നിട്ട് പല്ല് തേക്കുന്നു. ഞാൻ ചോദിച്ചു, മാഡം അപ്പോൾ മാഡം ഇങ്ങനെ ചെയ്യുമോ? പറഞ്ഞു, യാ, എവറി ടൈം വെൻ ഐ ഹാവിങ് സം ഫുഡ് എസ്പെഷ്യലി സ്ട്രോങ് ആൻഡ് ഫൈബേർഡ് ഐ ക്ലീൻ മൈ ടീത്ത്. ഓ, അന്ന് ഞാൻ പഠിച്ചു. ഞാനും അങ്ങനെയാണ്. ഭക്ഷണങ്ങൾ ഇപ്പോൾ ഇറച്ചിയും മീനും ഒക്കെ കട്ടിയായി കടിച്ച് പല്ലിനിടെ കയറിയെന്ന് തോന്നിയ ബ്രഷ് ചെയ്തിരിക്കും. അങ്ങനെ എന്തോ മതി, പല്ലുവേദനയില്ല, മോണവേദനയില്ല, മോണവഴുപ്പുമില്ല. അപ്പോൾ ആ ഡോക്ടർ പറയാണ്, അവരൊക്കെ ഡെൻറ്റിസ്റ്റായിട്ട് തുടങ്ങിയ കാലത്ത് മെയിൻ പണി പല്ല് പറിക്കലായിരുന്നു. ഇപ്പോൾ ആ പരിപാടി ഇല്ല. ഇപ്പോൾ പറിക്കേണ്ടി വന്നാൽ തന്നെ അവർ അത് ക്ലിയർ ചെയ്ത് അവിടെ വെക്കും. അതിനുള്ള സിസ്റ്റമൊക്കെ ആയല്ലോ, ഒറിജിനൽ പല്ലേ. അപ്പോൾ അതിനോട് ഡോക്ടർ പറയായിരുന്നു, സൈമണി പറഞ്ഞതുപോലെ ദന്തരക്ഷ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പം ഇത് തന്നെ അനുഭവം എന്ന് പറഞ്ഞു. ഞാനിത് പറയുന്നത് പലരുടെയും വിചാരം വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒന്ന് പല്ല് തേച്ചാൽ മതി എന്നാണ്. അതുപോരാ, 2 നേരം തേക്കണം. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുകയാണ്. പല്ലൊന്ന് ബ്രഷ് ചെയ്താൽ പല്ലിനിടയിലേക്ക് 2 ഗുണം. 1, വായുനാറ്റം ഒഴിവാകും. 2, പല്ലിൻ്റെ ശക്തി വർദ്ധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം. എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെൽത്ത് ക്ലിയർ ചെയ്യുമ്പം ഹെൽത്തിൻ്റെ ഭാഗമാണ് ടീത്തും അല്ലേ. യെസ്, ഗുഡ് മോർണിംഗ്. എവിടെ ജോലി? ഓക്കെ. അപ്പം അങ്ങനെ വേണം സംരക്ഷിക്കുക. അപ്പോൾ ആരോഗ്യമാണ് പരമപ്രധാനമെന്ന് മനസ്സിലാക്കിയത്. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ചിന്തകൾ വരും, നമ്മൾ പോസിറ്റീവായിരിക്കും. ഇപ്പം നല്ല മഴയാണ്, എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തേക്കാമെന്ന്. സാധാരണ ഈ എക്സസൈസിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം അങ്ങോട്ട് മഴ മാറുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ ക്രമം വേണം. എവിടെയാണോ, ഏത് രാജ്യത്താണേലും ഏത് ക്ലൈമറ്റ് ആണെങ്കിലും വി മസ്റ്റ് ഡു സം walk and exercise and keep our health well. In the meantime, we must take care of our body, our skin and all. നമുക്കറിയാം, സ്കിന്നിനെ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ശ്രദ്ധിക്കണം. അതായത് നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, പിന്നെ നിങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം വരും. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ശക്തനാണെങ്കിൽ ഈ നെഗറ്റീവ് തിങ്കിങ്ങും നെഗറ്റീവ് തോട്ട്സും ഒന്നും വരികയില്ല. മറ്റുള്ളവരെ പറ്റി അപവാദം പറയുകയില്ല. അങ്ങനെ സ്വർഗം നഷ്ടപ്പെടുത്തത്തില്ല. അതായത് നമ്മൾ അപവാദവും പറഞ്ഞ് മറ്റുള്ളവരെ ദുഷിപ്പിച്ച് നടന്നാൽ ഒരിക്കലും നല്ല ഫ്രണ്ട്സിനെ കിട്ടില്ല. നമുക്ക് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ പോകണമെന്ന്, അത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അല്പസ്വല്പം ഒന്ന് ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക. ഞാൻ കഴിഞ്ഞ സംസാരിച്ച ഒരു ഫ്രണ്ട്, എനിക്ക് 6:30 മുമ്പ് എഴുന്നേൽക്കാൻ, ഞാനും ചിരിച്ചു. എന്താ സൈമൺ ചിരിക്കുക? ഞാൻ ഒന്നുമില്ലെന്ന് പറയാം. 6:30 മുമ്പ് എഴുന്നേൽക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്, ഓ എന്നൊക്കെ പറയാം, എന്നെ ഒന്ന് കളിയാക്കി. ഞാനൊന്നും വേണ്ടിയില്ല പോകുന്നു. ഞാൻ അന്നേരം എൻ്റെ മനസ്സിലോർത്തു, ഈ ആരോഗ്യ ശക്തിയൊക്കെ ഒരു പനി വന്നാൽ തീരും അല്ലേ. വി മസ്റ്റ് ഡു സം വർക്ക് ഫോർ അവർ ഹെൽത്ത് ആൻഡ് ബോഡി ആൻഡ് മീൻ ടൈം വി മസ്റ്റ് ഈറ്റ് വെൽ. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക. എന്നും കാർബോഹൈഡ്രേറ്റ് തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നും എല്ലാം നമുക്ക് മാറി മാറി കഴിക്കണം. മിനറൽസും വെള്ളവും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം കിട്ടത്തക്ക രീതിയിൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഓക്കെ, ഒത്തിരി പണം മുടക്കൊന്നും വേണ്ടെന്നേ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെച്ച് നമ്മളൊന്നും മെനക്കെട്ടാൽ വീട്ടിലുണ്ടാക്കി കഴിക്കാം. ഒത്തിരി പണമൊന്നും, ഹോട്ടലിൽ ചെന്നാൽ എല്ലാത്തിനും വലിയ വിലയായിരിക്കും. അപ്പോൾ അത് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും.
ശ്രദ്ധിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നമുക്ക് അടിപൊളിയായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോകാം അല്ലേ? ഓക്കെ. ഞാൻ ഇന്നൊരു ക്ലാസ്സിന് പോകുന്നുണ്ട്. ക്ലാസ്സിന് എൻ്റെ വീഡിയോയ്ക്ക് ഉപകാരപ്പെടുന്നൊരു ക്ലാസ് മനോരമ നടത്തുന്നതാണ്. രാവിലെ 9 തൊട്ട് 5 വരെ. അത് ഞാൻ പങ്കെടുക്കാൻ പോവുക. ഞാൻ വ്യഗ്രതയോടെ ഓടുകയും പഠിക്കുകയും ചെയ്യുമ്പം എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസനോട് ചോദിച്ചു, എവിടെ മനുഷ്യ തനിക്ക് 65 വയസ്സായി. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ശ്രദ്ധിക്കണം, നടക്കണ്ടല്ലോ. ഓക്കെ. ഭാര്യ പറയാം, തനിക്ക് 65 വയസ്സായില്ലേ, ഇനിയും പഠിത്തം നിർത്താൻ മേലെ. MA സൈക്കോളജി ചേർന്നിരിക്കുകയല്ലേ. അതിന് പറയും. ഞാൻ പറഞ്ഞോടൂ, മരിക്കുന്നവനം വരെ പഠിക്കുക, ബുദ്ധിയോടെ ജീവിക്കുക. നമ്മൾ ദൈവം തന്ന ആയുസ് നമുക്ക് ദൈവം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ചുമ്മാ ഇങ്ങ് പറഞ്ഞു വിട്ടതല്ല. ഓരോരുത്തർക്കും ഓരോ ചുമതലയും ഡ്യൂട്ടിയും. ആ ഡ്യൂട്ടിയൊക്കെ പൂർത്തിയാകുമ്പോൾ നമ്മളെ പെട്ടി പടക്കുന്ന എൻ്റെ വിചാരം. അപ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അപ്പോൾ പഠനവും നമ്മുടെ നൈപുണ്യ ശേഖരണവും. ഇനിയിപ്പോൾ ഉള്ളൊരു നൈപുണ്യത്തിൻ്റെ കാലമാണ്. സ്പെഷ്യലൈസ് ചെയ്യണം എന്ത് കാര്യത്തിലും. ഒരു ബോട്ട് തുഴയുന്നതിനാണെങ്കിൽ അതിനെ സ്പെഷ്യലൈസ് ചെയ്യണം. മീൻ പിടിക്കുന്നതിനാണ് സ്പെഷ്യലൈസ് ചെയ്യണം. നൈപുണ്യങ്ങളുടെ കാലമാണ്. അല്ലാതെ വായി നോക്കി നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാലമല്ല. നിനക്ക് എന്തറിയാമോ അതിനകത്ത് സ്പെഷ്യലിസ്റ്റാണ്. ഒരു മെയ്സനാണെങ്കിൽ ആ മെയ്സൺ പണിയിൽ സ്പെഷ്യലിസ്റ്റായിരിക്കും. ഒരു ഹെൽപ്പറാണെങ്കിൽ അത്. ഓട്ടോ ഡ്രൈവറാണ് അത്. ഓട്ടോ വാഹനം ഓടിക്കുമ്പം വളരെ ബദ്ധശ്രദ്ധനായിരിക്കും. ഒരു വളവെടുക്കുമ്പോൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. ഒരു വണ്ടിയുടെ ഫ്രണ്ട് കാണാതെ ഓവർടേക്ക്. ഇങ്ങനെയൊക്കെ ഡ്രൈവിങ്ങിൻ്റെ സ്കില്ലുണ്ടല്ലോ, അത് നമ്മൾ മിടുക്കരായിരിക്കണം. എത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഒരു മുൻപിൽ പോകുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ഓവർടേക്ക് ചെയ്യത്തുള്ളൂ. എൻ്റെ ഭാര്യ നിങ്ങളെല്ലാവരും ഞാൻ ഓവർടേക്ക് ചെയ്ത് പോകും, പക്ഷേ ബദ്ധശ്രദ്ധനാണ്. മുമ്പിൽ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തും. വളവിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യും. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ ആശാൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാൻ പറഞ്ഞു, സൈമൺ നീ വളവ് തിരിയുമ്പം 99 പ്രാവശ്യവും ഓപ്പോസിറ്റ് വണ്ടി വരികയില്ല, ഉറപ്പാണ്. പക്ഷെ 100ാമതൊരു സൂപ്പർ ഫാസ്റ്റ് വരും. അതുകൊണ്ട് ആ 100ാമനെ പ്രതി നീ ശ്രദ്ധിക്കണം. ഒരിക്കലും വളവ് ഓവർടേക്ക് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഞാൻ ഇന്ന് വരെ ഏതൊരു സാഹചര്യത്തിലും വളവിൽ ഓവർടേക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ പോകുന്ന വാഹനത്തിന് മുമ്പിൽ വാഹനമില്ല എന്ന് ബോധ്യപ്പെടാതെ ഓവർടേക്ക്. നമുക്ക് വേണേൽ സ്പീഡെടുത്ത് പോകാം, വണ്ടി നമുക്ക് അത്യാവശ്യം എൻ്റെ സ്പീഡെടുത്ത് പോകാം. പക്ഷേ ഓവർടേക്ക് ചെയ്യുമ്പോഴും ഒരു മറ്റു വണ്ടിയെ മറികടക്കുമ്പോഴും എപ്പോഴും ബദ്ധശ്രദ്ധനായിരിക്കണം. അപകടം ഉണ്ടാകുന്നതെല്ലാം അന്നേരമാണ്. നിങ്ങൾ സ്പീഡ് എടുത്തുകൊണ്ട് ഒരു അപകടം ഒരിടത്തും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ അപ്പോഴത്തെ മോഡേൺ വണ്ടിക്ക്, എൻ്റെ വണ്ടിയൊക്കെ ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്, അതുകൊണ്ട് അപകടം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വളവിൽ വണ്ടി എടുക്കുമ്പോഴും ബദ്ധശ്രദ്ധനായിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ തോന്നിയത് കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരാൾ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അയാൾ ലാസ്റ്റ് ഹായ് പറഞ്ഞു. അദ്ദേഹം വലിയ രോഗബാധിതനായിരുന്നു. പക്ഷേ ഇപ്പം മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങി, മോർണിംഗ് വാക്ക് തുടങ്ങി, എക്സസൈസ് ഓരോന്നായിട്ട് മാറി തുടങ്ങി. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പം ഷുഗർ ഒഴിച്ച് ബാക്കി എല്ലാം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്ട്രോക്കൊക്കെ വന്ന ആളാണ്. പക്ഷേ ഇപ്പം ഹെൽത്തി ആയിട്ട്, മഴയായാലും വെയിലാണെങ്കിലും നടക്കാൻ വരും, എക്സസൈസ് ചെയ്യും, നമ്മുടെ ഒരു ശിഷ്യനായിട്ട് മാറിയിരിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ.